പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 23 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിന് മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ
ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപാവരം ലഭിക്കാൻ കൃപയുടെ സിംഹാസനമാകുന്ന വാഗ്ദാന പേടകത്തെ ക്രിസ്തുവിനെ സമീപിക്കുക. അപ്പോൾ ക്രിസ്തുവിനെ എങ്ങനെ സമീപിക്കാം? അതിനുള്ള യോഗ്യത, ആ യോഗ്യത, ഒന്നാമത്തെ യോഗ്യത നമ്മൾ വിശ്വാസമായിട്ട് കണ്ടു, രണ്ടാമത്തെ വിശുദ്ധിയായിട്ട് കണ്ടു, മൂന്നാം ദിവസം നമ്മൾ മാനസാന്തരമായിട്ട് കണ്ടു, നാലാം ദിവസം വിനയമായിട്ട് കണ്ടു, അഞ്ചാം ദിവസം ഉപദേശം മുറുകെ പിടിക്കുക വചനമായിട്ട് കണ്ടു, ആറാം ദിവസം പ്രാർത്ഥന യോഗ്യതയായിട്ട് കണ്ടു. ഇനി ഏഴാം ദിവസം അനുസരണയോടെ ജീവിക്കുക. അതാണ് അനുസരണയാണ് യോഗ്യത. യാക്കോബ് 1:22 നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വിശ്വാസത്തിന് അനുസരണ എന്നും പറഞ്ഞൊരു തത്സമവാക്യമുണ്ട്. നാം വിശ്വസിക്കണം എന്ന് വെച്ചതിൻ്റെ അർത്ഥം വചനം അനുസരിക്കുന്നതിൻ്റെ അർത്ഥം. അടുത്ത വചനം ഒന്ന് വായിച്ചേ, 1:21 വായിച്ചേ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവര് തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. എന്തൊരു ആഴമായ പ്രബോധനമാണെന്ന് നോക്കിയേ. അതായത് കണ്ണാടി എടുത്ത് നോക്കുന്നു, അപ്പം അവൻ്റെ ഇവിടെയും കണ്ടൊരു കുരുവുണ്ട്. ഇത് മരണമല്ല എന്ന് ഞാൻ പോകും, പിന്നെ അത് മറന്നു പോകും. പിന്നെ പിറ്റേ ദിവസം കണ്ണാടി നോക്കുമ്പോൾ ആ കുരുവോട് ഇരിപ്പുണ്ടാവും. ഏതായാലും അവൻ കണ്ണാടി തല്ലിപ്പൊട്ടി കഴിഞ്ഞ ഭാഗ്യം. ഞാൻ ഈ ദിവസങ്ങളിലേ ഒരു അണലി ഈ രണ്ട് കൊമ്പൊക്കെ തലയെ വെച്ചിരിക്കുന്ന ഒരു അണലിയില്ലേ, അണലി എടുത്ത് കൊണ്ടുവന്ന് ഒരുത്തനൊരു കണ്ണാടി വെച്ച് അപ്പോൾ ഞാനും നോക്കി കണ്ണാടിയിട്ടാണ്. കണ്ണാടി നോക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന്, അണലിപ്പാമ്പി കണ്ണാടിയായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ ഞാനോർക്കും അതിൻ്റെ ഇണയായിരിക്കുമല്ലോ അതിൻ്റെ അകത്തുള്ള, ചിലപ്പോൾ ഇതിനൊരു സ്നേഹം തോന്നുന്നു. എവിടെയായിട്ട് ആ പണ്ടര ഒറ്റ കൊത്ത് കണ്ണാടി ചിഹ്നവിനായിപ്പോയി. അപ്പം ചില ആൾക്കാർക്ക് കണ്ണാടിയെ പൊട്ടിച്ച് കളയും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കാണുന്ന തൻ്റെ രൂപം തന്നെ ആണെങ്കിലും കണ്ണാടിയെ പൊട്ടിച്ച് കളയും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അതല്ലേ നമ്മൾ സഭയെയും ദൈവത്തെയും ഒക്കെ വചനത്തെയും ഒക്കെ എതിർക്കുന്നവർ ചെയ്യണത് എന്താണ്? കണ്ണാടി പൊട്ടിക്കലാണ്. അവർക്ക് ആത്മശോധനയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കണ എല്ലാം അവർ തകർത്തുകൾ ക്രിസ്തു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് കളയുമ്പോഴേ കാര്യം എന്താണ്? അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാര്യം അവർ ക്രിസ്തുവിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവിധ മ്ലേച്ഛതകളിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരിക്കലും ദൈവവചനം ഉൾക്കൊള്ളാൻ, അവർ ദൈവവചനത്തിന് കണ്ണാടി കാണിച്ചാൽ അപ്പം പിടിച്ചു കളയും, അത് വചനമല്ല എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പം അതുകൊണ്ട് വചനം സ്വീകരിക്കുന്നവരിന് വചനമാണെന്ന് പറയുന്നവരാ, പക്ഷേ ദൈവം അവർ അംഗീകരിക്കണം നിർബന്ധമില്ല. എന്താ കാര്യം? ദൈവം പറയും പുട്ട് ഇൻടു പ്രാക്ടീസ് എന്ന് പറയും, നിങ്ങൾ അനുസരിച്ച് ജീവിച്ച് കാണിക്കാൻ പറയും. അപ്പോൾ വചനപീഠത്തെ സമീപിക്കാനുള്ള ഒരു യോഗ്യത, ഏഴാമത്തെ യോഗ്യത എന്ന് പറയുന്നത് വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.